ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ സ്റ്റാൻലിയോട് വൈജയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ്. 23 വർഷം എടുത്തു സത്യങ്ങൾ മനസ്സിലാക്കാൻ. ഞാനൊരു പമ്പര വിഡ്ഢിയെപ്പോലെ കഴിഞ്ഞ് 22.5 വർഷക്കാലം ഞാൻ ജീവിച്ചു. അപ്പോൾ എച്ചിൽ തിന്ന പട്ടിയെപ്പോലെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ബാലേട്ടൻ പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് സ്റ്റാൻലി ഇങ്ങനെ തൊലി ഉരിഞ്ഞ് അവിടെ ഇരിക്കുവാണ്. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ. ബാലേട്ടനാണ് ഭയങ്കര ദേഷ്യം. അന്ന് നീലഗിരിയിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേ നിങ്ങളെങ്ങാനും എൻ്റെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും വെടിവെച്ച് കൊന്നേനെന്ന് ബാലേട്ടൻ സ്റ്റാൻലിയോട് പറയാന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ ചൂണ്ടിയൊക്കെ കാണിക്കുന്നു. നിങ്ങളെ മാത്രമായിരുന്നില്ല, വൈജയന്തിയെ ഞാൻ വെടിവെച്ച് കൊന്നേനെ, അലീനയെ, എല്ലാവരെയും ഞാൻ കൊന്നേനെ എന്ന് ബാലേട്ടൻ പറയാം. പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചൊരു ഹാർട്ട് അറ്റാക്ക് എനിക്കങ്ങ് വന്നെന്നും പറയും. 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ, പിന്നെ വീട്ടിൽ ബെഡ് റെസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അങ്ങൊന്ന് തണുപ്പിച്ചെടുത്തു. ശത്രുക്കളുടെ എണ്ണമൊക്കെ ഞാനൊന്ന് വെട്ടിച്ചുരുക്കി. എനിക്ക് ഒരാളോട് മാത്രമേ ഉള്ളൂ പക, വിദ്വേഷം, വെറുപ്പ്, പരിഹാസം, പുച്ഛം. അത് 23 വർഷക്കാലം എൻ്റെ മുന്നിൽ പതിവ്രതയുടെ വേഷം കെട്ടി ആടിയ വൈജയന്തി. ചാനൽ ഇങ്ങനെ ഇരിക്കുവാണ്, ഒന്നും മിണ്ടാനില്ലാതെ തലയും കുനിച്ചിങ്ങനെ. നിങ്ങളെ ഞാൻ എൻ്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടി. കുഞ്ഞിരാമമേനോനെയും ഞാൻ വെട്ടി, ഗംഗാധര മേനോനെയും ശിവശങ്കര മേനോനെയും രാജീവനെയും വെട്ടി. എല്ലാവരെയും ഞാൻ ഒഴിവാക്കി. ഒരേ ഒരാളിലേക്ക് ഞാൻ ശത്രുത കേന്ദ്രീകരിച്ചിരിക്കുകയാണെന്നും. ആരാത്? വൈജയന്തി. ഇതൊക്കെ കേട്ടപ്പം അപ്പം എൻ്റെ ലീഗൽ വൈഫ്, ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഇല്ലീഗൽ മകളുള്ള വൈഫ്. എന്തോ ഒരു വിരോധാഭാസമാണ് എൻ്റെ മനുഷ്യൻ്റെയൊക്കെ ഒരു കാര്യമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇന്ന് പറയുക. സ്റ്റാൻലിക്ക് ഒന്നും മിണ്ടാനില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സ്റ്റാൻലി ഇങ്ങനെ വടി പോലെ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അപ്പം തീർന്നിട്ടില്ല മിസ്റ്റർ സ്റ്റാൻലി കഥകൾ. സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി എന്നുള്ളത് വൈജയ്ക്ക് അറിയില്ല. അവൾക്കെതിരെ പ്രയോഗിക്കാനും അവളെ അടിച്ചു നിരത്താനും ഞാൻ സൂക്ഷിക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധമാണ് അലീനയെന്നും അവൾക്കറിയില്ലെന്ന കാര്യവും ബാലേട്ടൻ പറഞ്ഞു. ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് തനിക്ക് അറിയാവോ? അവൾക്ക് അലീനയെ കണ്ടൂടാ. നിങ്ങളുടെ ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, ചെകുത്താൻ കുരിശ് കാണുന്നെന്ന്. അതുപോലെയാണ് വൈജയ്ക്ക് അലീന. അന്തം വിട്ടിയാൾ ഇതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുവാണ്. കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം സ്റ്റാൻലിക്കും അറ്റാക്ക്. അലീനയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കണം, അതാണ് വൈജയുടെ ജീവിതാഭിലാഷം. അലീനയെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ വീട്ടിൽ കാല് കുത്തില്ല എന്നും പറഞ്ഞ് ഇറങ്ങി പൊയ്ക്കളഞ്ഞു വൈജ. എങ്ങനെയുണ്ട് സ്റ്റോറി? അടിപൊളി അല്ലേന്ന് ചോദിച്ചു. സൂപ്പർ അല്ലേന്ന് ചോദിച്ചു. മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളെ ഞാൻ തേടി കണ്ടുപിടിച്ചത് അത് വെറുതെ ആയിട്ടല്ല. ഒന്നും അറിയാതെ, ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ കപട ലോകത്തു നിന്ന് കടന്നു കളഞ്ഞു എന്ന കാര്യം പറയാം. അയാൾ അന്നേരം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഒന്നും പറയാൻ പറ്റുന്നില്ല. ബാലേട്ടൻ്റെ വർത്തമാനം അത്രയ്ക്കുണ്ട്. എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം എന്ന് മാത്രം അയാൾ പറഞ്ഞു. അത് കേട്ടപ്പം അതായിരുന്നല്ലോ ബാലേട്ടൻ്റെ ഉദ്ദേശം. അത് നടത്തും എന്നുള്ള രീതിയിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയാണ്. എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനയാണ്. ഗോവർദ്ധൻ വണ്ടി ഓടിച്ച് ആ ഹോട്ടലിൽ വന്നു സെക്യൂരിറ്റിയുടെ കയ്യിൽ താക്കോല് കൊടുത്തുന്നിട്ട് ബാലേട്ടനെ വിളിച്ചു. അപ്പോഴേക്കും നമ്മുടെ ബാലേട്ടൻ ഇറങ്ങി വരുവാണ്. ഫോൺ എടുത്തു. നീ വരണ്ട, ഞാൻ താഴേക്ക് വരുവാണെന്ന് പറഞ്ഞു. ബാലേട്ടൻ എന്താ ഇവിടെ വന്നത്? ഞാൻ അങ്ങോട്ട് വരുമല്ലേ, നേരിട്ട് പറയാം, നീ ഫോൺ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും ബാലേട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ബാലേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെയൊക്കെ? തന്നതോടെ ഭയങ്കര ഒരു ആലോചന എന്നും ചോദിച്ചാൽ ബാലേട്ടൻ വരുന്നത്. അപ്പോൾ ഒന്നുമല്ല ബാലേട്ട, ഞാൻ ചുമ്മാ ഇങ്ങനെ ആ സമയത്ത് വെറുതെ വീട്ടിലോട്ടൊന്ന് കയറിയല്ലേ. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി, എന്നാലും നന്നായി. ഞാൻ ബാലേട്ടൻ്റെ ബാഗ് എടുത്തിട്ടുണ്ടെന്ന് ഗോവർദ്ധൻ പറയാം. ആ സമയത്ത് ഇവിടെ എന്തിനാ വന്നത് ബാലേട്ടാ? എന്താ കാര്യമെന്ന് ഗോവർദ്ധൻ ചോദിച്ചു. പറയാം. ഗോവർദ്ധൻ ഇങ്ങനെ പ്രതീക്ഷകളോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താണ് എപ്പോഴെങ്ങനെയാണ് ബാലേട്ടൻ പറയുന്നതെന്ന് അറിയാനായിട്ട്. ഗോവർദ്ധനാ, അപ്പം എന്താ ബാലേട്ടാ, എന്താ കാര്യം? അയാളിവിടെ വന്നിട്ടുണ്ടോ, സ്റ്റാൻലി ജോസഫ്, അലീനയുടെ അച്ഛൻ. ഇവിടെയോ? അയാൾ എത്തിയോ? ഇത്ര പെട്ടെന്നോ? എന്തിനാ വന്നത്? എപ്പോൾ എത്തി? എങ്ങനെയാ വന്നേ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ അയാൾക്ക് അലീനയെ ഒന്ന് കാണണം പോലും.
കണ്ട് ബോധ്യപ്പെട്ടാലേ ഏറ്റെടുക്കത്തുള്ളൂ എന്ന്. പുള്ളിക്ക് വിശ്വാസം വരത്തുള്ളൂ എന്ന്. അതെന്നാ വർത്താനം ഈ പറയുന്നേ? ഇത്രയും കാര്യങ്ങൾ അയാളോട് പറഞ്ഞിട്ട് അയാൾക്ക് ഇത്രയും ഇപ്പോഴും സംശയമാണോ? സ്വാഭാവികം അല്ലേടോ അത്. ഓരോ സുപ്രഭാതത്തിൽ ഏതോ ഒരാൾ ചെന്ന് ആളോട് പറയാം അയാൾക്കൊരു മോളുണ്ട്, അല്ലെങ്കിൽ അത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പം പിന്നെ അത് കാണുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യുന്ന പോലെ അയാളും ചെയ്തു. എന്നിട്ട് ബാലേട്ടൻ എന്നാ പറഞ്ഞു? കാണുന്ന കാര്യം കാണട്ടടോ, അയാൾ കണ്ടു നോക്കട്ടടോ, അയാൾക്ക് കണ്ട് ബോധ്യപ്പെടട്ടെ. അയാൾക്ക് പൂർണ്ണ മനസ്സും ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ മോളെ അയാളുടെ കൂടെ വിടത്തുള്ളൂ എന്ന് ബാലേട്ടൻ പറയുക. അയാളിൽ സംശയത്തിൻ്റെ ഒരു കണികയെങ്കിലും ബാക്കി വന്നാൽ അവൾ എൻ്റെ മകളായി എൻ്റെ കൂടെ എൻ്റെ മക്കളുടെ ചേച്ചിയായിട്ട് എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് ബാലേട്ടൻ പറയുക. അപ്പോൾ എന്നെക്കാളും ഒരു പടിയെങ്കിലും അയാൾക്ക് കൂടുതൽ അവളെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്റ്റാൻലി ജോസഫിന് എൻ്റെ മകളെ ഞാൻ കൊടുക്കുള്ളൂ എന്നും ബാലേട്ടൻ പറയണം. ഇല്ലെങ്കിൽ അവൾ ഈ ബാലേന്ദ്രൻ്റെ മേനോൻ്റെ മകളായി എൻ്റെ കുടുംബത്തിൽ ജീവിക്കുമെന്ന് ബാലേട്ടൻ പറയുന്നു. ആ മനുഷ്യൻ്റെ മനസ്സ് കണ്ടിട്ട് അന്തം വിട്ടിങ്ങനെ കുന്തം വിഴിഞ്ഞു പോലെ നിൽക്കില്ല എന്ന് പറഞ്ഞതുപോലെ നിൽക്കുകയാണ് നമ്മുടെ ഗോവർദ്ധൻ. ബാലേട്ടനോടപ്പുറം ഒരിക്കലും അലീനയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ പരിചരിക്കാനോ പരിഗണിക്കാനോ സ്റ്റാൻലിക്ക് കഴിയില്ല എന്നുള്ളത് വേറൊരു സത്യമായിരിക്കാം. അപ്പോൾ താനെന്താണോ ഇങ്ങനെ മെഴുങ്ങസ്യാന്നും പറഞ്ഞ് നിൽക്കുന്നേ എന്ന് ബാലേട്ടൻ ചോദിക്കുമ്പം എനിക്ക് ബാലേട്ടനെ ഓർത്തിട്ട ടെൻഷൻ എന്ന് ഗോവർദ്ധൻ പറഞ്ഞു. അപ്പോൾ ബാലേട്ടനെ അവിടെ നിന്നൊന്ന് ചിരിച്ചു. എന്നെ ഓർത്ത് എന്ത് ടെൻഷൻ? എന്തിനാടോ ടെൻഷൻ? എൻ്റെ ആവശ്യം എന്താ? അലീനയെ സ്റ്റാൻലി ജോസഫിന് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് കൊണ്ടുപോയാൽ പിന്നെയുള്ള കാര്യങ്ങൾ അത് അപ്പോഴത്തെ കാര്യമല്ലേ ഗോവർദ്ധന? അത് നമുക്ക് അപ്പോഴും നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് അന്നേരം ആലോചിച്ചാൽ പോരെ? വൈചേട്ടത്തി വേണ്ട, ആവശ്യമില്ലാത്ത പേരുകൾ ഇതിനകത്ത് കൊണ്ടുവന്ന് വലിച്ചിഴക്കല്ലേ ഗോവർദ്ധ. ഇപ്പം നമുക്ക് സ്റ്റാൻലി ജോസഫ് ഉണ്ട്, അയാളുടെ റൗണ്ട് കഴിയട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം വൈജയന്തിയുടെ ഇത്. അപ്പോൾ നീയേ ഒരു കാര്യം ചെയ്യേ, അലീനെ വിളിച്ച് പറഞ്ഞേക്കാം നമ്മൾ അങ്ങോട്ട് വരുമോയെന്ന്. പറയാം, ഇപ്പം തന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. തൊട്ടടുത്ത നിമിഷം എന്നെ കാണിക്കുന്ന സ്റ്റാൻലിക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. വെയിറ്റർ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം ഇയാൾ പറഞ്ഞു. അയാൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അപ്പച്ചൻ സ്റ്റാൻലിയെ വിളിക്കുന്നു. അപ്പം ഞാൻ ഈ കുളത്തൂർപ്പുഴ വന്നിട്ടാണ് വിളിക്കുന്നത്, നീ അവിടെ പോയേക്കുവാ എന്ന് അപ്പച്ചൻ ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പാലായിലോട്ട് വരെ വന്നതാണെന്ന് പറഞ്ഞു. പാലായിലോ? അവിടെ എന്നാത്തിന് പോയതാണെന്ന് ചോദിച്ചു. ഇവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ അപ്പച്ച. പിന്നെ ബാലചന്ദ്ര മേനോൻ എന്നൊരാൾ എന്നെ കാണാൻ വന്ന കാര്യം ഞാൻ അപ്പച്ചനോട് പറഞ്ഞിരുന്നില്ലേ? നിനക്ക് പണ്ടെങ്ങാണ്ട് ആഗ്രയിലോ മറ്റോ വെച്ച് ഒരു കൊച്ചുണ്ടായെന്ന് പറയാമെന്നവനല്ലേ? അത് തന്നെ. നിനക്ക് വേറെ പണിയൊന്നുമില്ല എൻ്റെ ലാലിച്ച, അതൊക്കെ വെറുതെ തട്ടിപ്പാന്നേ. അപ്പം തട്ടിപ്പാണോ വാസ്തവമാണോ എന്ന് എനിക്ക് അറിയണ്ടേ അപ്പച്ച? എനിക്ക് വൈജയന്തി എന്നൊരു ലേഡിയുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അത് സത്യമാണെന്ന് സ്റ്റാൻലി പറയുക. ആഗ്രയിൽ വെച്ച് അവൾ പ്രഗ്നൻ്റ് ആയതും പ്രസവം അടുക്കാറായ സമയത്ത് അവളുടെ വീട്ടുകാർ ആഗ്രയിലെത്തി അവളെ കൂട്ടിക്കൊണ്ടു പോയതും അതൊക്കെ സംഗതികൾ സത്യമായ കാര്യമല്ലേ എന്ന് ചോദിച്ചു. എടാ, ഇതൊക്കെ അവർ അന്നേ കാലത്ത് തന്നെ ഒഴിവാക്കി കളഞ്ഞു കാണുമെന്നേ, ഇതൊക്കെ വേഷം കെട്ടായിരിക്കുമെന്നും അപ്പച്ചൻ പറയണു. ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പോയി കാണണ്ടേ അപ്പച്ച? വല്ല കാര്യമുള്ള കാര്യമാണോ? വേലിയയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്തോട്ട് വെക്കല്ലേ ലാലിച്ച, പണിയാവുകേ. അതൊരു പെങ്കൊച്ചാണെന്നല്ലേ പറഞ്ഞത്? അതെ, പെൺകുട്ടിയാ. വയസ്സ് 22. പ്രായമെല്ലാം കറക്റ്റാണെന്ന് പറയുമ്പം വലിയ കുരിശാകുവേ. പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. കാലേ മുള്ളു തറച്ച വലിയ സൂചി കൊണ്ട് കുത്തിയെടുത്ത് കളയാം. അതുപോലെയല്ല കേട്ടോ ഇത്, അത് ഓർത്തോളണം. JCB കൊണ്ടുവന്നാലും എടുത്ത് കളയാൻ പറ്റാതെ വരും. അപ്പം അത് കേട്ടപ്പോൾ ഞാനെന്തായാലും ആ കുട്ടിയൊന്ന് കാണാൻ തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. കാണാതെ നിവർത്തിയില്ലെങ്കിൽ പോയി കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് പോന്നേക്കണം. പിന്നെ കൂട്ടിക്കൊണ്ട് വരാനൊന്നും മെനക്കെട്ടേക്കരുത് കേട്ടല്ലോ, വെറുതെ മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അപ്പച്ച ഫോൺ വെച്ചേ, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു സ്റ്റാൻലി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ രോഹിത്ത് പോകാനായിട്ട് റെഡി ആവുന്നു. അപ്പോൾ അലീന അങ്ങോട്ടേക്ക് വന്നു. നീ റെഡി ആയോ എന്ന് ചോദിച്ചു. റെഡി ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ചേച്ചി, ഞാൻ പോയിട്ട് വരാവേ എന്നും പറഞ്ഞ് നമ്മുടെ രോഹിത്ത് പോണു. അലീന അവരെ യാത്രയാക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. തൊട്ട പുറകെ പെൺപിള്ളേരും വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന്
അപ്പോൾ ബബി ലഞ്ച് ബോക്സ് എടുത്തോന്ന് ചോദിച്ചു. എടുത്തെന്ന് പറഞ്ഞു. നീ എടുത്തോ, എനിക്ക് എക്സാം അല്ലേ, ഉച്ച വരെയുള്ളൂ, എനിക്ക് ഇവിടുന്ന് ഊണെന്ന് കൃഷ്ണമോള് പറയാം. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് വണ്ടിയിൽ കുറച്ച് ചെളിയും പൊടിയൊക്കെ കണ്ടു. അപ്പോൾ അലീന അതൊക്കെ തുടച്ചൊക്കെ കൊടുക്കുവാണ്. അങ്ങനെ രണ്ടുപേരും നന്നായി പഠിച്ചോളണം, ഫൈനൽ എക്സാം ആണെന്നുള്ള ഓർമ്മയൊക്കെ വേണം, രണ്ടാളും നന്നായിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ എന്നൊക്കെ പറയാം. അപ്പോൾ പോട്ടെ ചേച്ചി പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞ് ഇങ്ങനെ കൃഷ്ണമോള് പറഞ്ഞു. എന്നിട്ട് പിള്ളേർ പോണു. അലീന ഇങ്ങനെ അവരെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ പിള്ളേർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ബാലനെ കേട്ടോ. ബാലൻ ഇങ്ങനെ വീട്ടിൽ ഭയങ്കര തിരക്കിലാണ്, ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫോണിങ്ങനെ അഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ആ സമയം ഒരുങ്ങാനുള്ള ധൃതി കാരണം ഫോൺ എടുത്തില്ല. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. അപ്പോൾ വേറെ ആരും ആയിരുന്നില്ല, അത് സ്റ്റാൻലി ആയിരുന്നു. അപ്പോൾ മിസ്റ്റർ ബാലേന്ദ്രൻ, സ്റ്റാൻലി ഹിയർ. എനിക്ക് മനസ്സിലായി, താങ്കളുടെ ഫോൺ നമ്പർ എനിക്കിപ്പോൾ കണ്ടാൽ അറിയാം, അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് പറയാം. അപ്പോൾ എന്ത് പറ്റി ബാലേന്ദ്രൻ? ഏയ് ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. എന്താ താങ്കൾ വിളിച്ചേ? അല്ല, അലീനയെ കാണാൻ ഒരു സ്ഥലവും സമയവും പറയാം എന്ന് പറഞ്ഞിരുന്നല്ലോ. എക്സ്പെക്റ്റഡ് യുവർ കോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അതുപോലെ വിളി കാണാത്തത് കൊണ്ട് വിളിച്ചതാ. അപ്പം ഞാൻ വിളിക്കാൻ തന്നെ ഇരിക്കുകയായിരുന്നു. എന്തായാലും വിളിച്ചത് നന്നായി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ, എൻ്റെ വീട്ടിലേക്ക് പോന്നോളൂ, ഇവിടെ വെച്ച് കാണാമെന്ന് പറയുമ്പം ഇവിടെ വെച്ചോ? അത് നേരിട്ടൊരു എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പം ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ഒരു 10 മിനിറ്റിൽ തിരിച്ചു വിളിക്കാം. അപ്പം മിസ്റ്റർ ബാലേന്ദ്രൻ, അത് പെട്ടെന്ന് താങ്കൾ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക്, അപ്പോൾ ഞാൻ എങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. താങ്കൾ ലൊക്കേഷൻ അയച്ചോളാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. എവിടുന്ന് അധിക ദൂരമൊന്നും കാണത്തില്ലല്ലോ അല്ലേ നീ ചോദിച്ചപ്പോൾ? ഇല്ല. താങ്കൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നേ? ഞാൻ വണ്ടി വല്ല അറേഞ്ച് ചെയ്യണോ? അപ്പോൾ നോ, ഐ ക്യാൻ ഡ്രൈവ്, ലൊക്കേഷൻ ഫോർവേഡ് ചെയ്താൽ മതി, ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഞാനിപ്പോൾ തന്നെ അത് അയച്ചേക്കാം കേട്ടോ. ശരി എന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഞാനവിടെ വരുമ്പോൾ ഞാൻ ആരാണെന്ന് പറയും, നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മാറിപ്പോകരുതല്ലോ എന്നിങ്ങനെ സ്റ്റാൻലി പറയാം. അപ്പോൾ എന്ത് പറയണമെന്ന് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല, എൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് തൽക്കാലം ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഉടനെ തന്നെ ഇറങ്ങാം, ലൊക്കേഷൻ അയക്കുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, ഉടനെ തന്നെ അയച്ചേക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ബാലേട്ടൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അലീന പോവുകയാണല്ലോ. അപ്പോഴേക്കും അച്ഛാ എന്നും പറഞ്ഞൊരു വിളി. ഇപ്പോൾ കയറുവാ. മകളകത്തേക്ക് ഡോറ് തുറന്നു കയറി വരുന്നു. ബാലന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ അലീനയെ പറ്റി ആലോചിച്ചിട്ട്. അങ്ങനെ അലീന അകത്തേക്ക് കയറി വന്നപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ ഇരിക്കുന്നു സങ്കടപ്പെട്ട്. അലീനയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് വന്നു, ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക. ഇന്ന് ചായ ഇല്ലേന്ന് ചോദിച്ചു ബാലൻ. അപ്പോൾ ചായ ഉണ്ടല്ലോ, ഇനിയുള്ളത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ്. രാവിലെ ഒരെണ്ണം കുടിച്ചല്ലോ ഇല്ലേ? ഇതിനൊക്കെ ഇപ്പോൾ കണക്കായോ എന്ന് ചോദിച്ചു ബാലേട്ടൻ. ഒരു കണക്ക് എല്ലാത്തിനും ഉള്ളത് നല്ലതാണെന്ന് അലീന അന്നേരം പറയാം. രാവിലെ തന്നെ എന്നോട് കണക്ക് പറയാമെന്നാണോ നീ? അപ്പോൾ അതൊന്നും അല്ല അച്ഛാ, കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ ഞാനെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ എപ്പോഴാണ് പോകണ്ടേ? അച്ഛൻ ഉടനെ പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പോകുന്നില്ല, എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. അത് ഇന്ന് പോവണ്ട, നാളെ പോകാമെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ അങ്ങനെ? അത് നിനക്ക് എവിടേക്കാണ് പോകാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഒരു ഓർഫണേജിൽ കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി. എന്നാൽ പിന്നെ അതൊന്ന് നാളെയാക്ക്, ഞാനും കൂടെ വരാം, ഈ സ്ഥലങ്ങളൊക്കെ ഞാനും കണ്ടിരിക്കുമല്ലോ. ഇനിയിപ്പോൾ നീ ഇവിടെ ഇല്ലയെന്നും പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾക്ക് സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കണ്ട, നീ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തോളാമെന്ന് ബാലേട്ടൻ പറയുക. നീ എല്ലാം പറഞ്ഞു തന്നാൽ മതി, എപ്പോഴാ എവിടെയാ എങ്ങനെയാ എന്നൊക്കെ. അലീന അന്തം വിട്ടിങ്ങനെ ബാലേട്ടനെ നോക്കുക കേട്ടോ. അച്ഛൻ എന്താ പറ്റിയേ? എന്നാ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, അച്ഛൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയുന്നതെന്ന് അലീന പറയാം. അപ്പം നീ പോയാലും നിന്റെ ഒരു കുറവ് അവിടെ ഉണ്ടാവണ്ടെന്ന് തോന്നി, അത്രേ ഉള്ളൂ. ശരിക്കും അങ്ങനെയാണോ? സത്യമാണോ? പിന്നെ അല്ലാതെ അത് തന്നെ കാര്യം നീ. അപ്പം ശരിയെന്നാ, അപ്പം നാളെ പോയാൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ? മതി, ഒരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ ശരി, അങ്ങനെ ആവട്ടെ. എന്നാൽ നമുക്ക് കഴിച്ചാലോ? കഴിച്ചേക്കാം, നീ എടുത്തു വെച്ചോ, ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. ശരി അച്ഛാന്നും പറഞ്ഞ് അലീന ഇങ്ങനെ പോവുക. അപ്പം അലീന അങ്ങോട്ട് പോയപ്പോൾ ബാലൻ ഇങ്ങനെ അലീനെ തന്നെ നോക്കുവാണ്. അന്നേരം അച്ഛാ എന്ന് പറഞ്ഞൊരു വിളി. എന്താ അത്? താങ്ക് യു. ഒന്ന് പോടി അവിടുന്ന്.
നമ്മൾ നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഒരു ചിരിയും ചിരിച്ച് അലീന അങ്ങ് ഇറങ്ങിപ്പോയി. ആ മകൾ അങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് വല്ലാത്തൊരു ഭാരം, ഒരു നെഞ്ചിലിങ്ങനെ ഒരു വലിയൊരു കല്ലെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ഇനിയാണ് നമ്മുടെ ബാലേട്ടൻ്റെ വീട്ടിലേക്ക് മകളെ കാണാൻ സ്റ്റാൻലി എത്തുന്നതും ആ മകളെ ഒരു നോക്ക് സ്റ്റാൻലി കാണുന്നതും പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നും പ്രവചനാതീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിനെല്ലാം ഒടുക്കം വൈജയന്തിക്കിട്ട് ഒരു വലിയ എന്താ പറയുന്നത് പണിയും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൈജയന്തി എങ്ങനെ നേരിടും, അതുപോലെ അലീന പോയി കഴിയുമ്പോൾ ആ വീടിൻ്റെ താളം ഏതൊക്കെ രീതിയിൽ തെറ്റും, ഇനിയും മകളെ കണ്ടിട്ടും സ്റ്റാൻലി ഇവിടെ തന്നെ നിർത്തിയിട്ട് പോവുമോ, കൊണ്ടുപോകത്തില്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.